പി സരന്റെ LDF-ലേക്കുള്ള ചാട്ടവും LDF സ്ഥാനാർത്ഥിയാവുന്ന കാഴ്ച കണ്ട് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങൾ കൊണ്ട് സജീവമാവുന്ന കണ്ടു. അതിനുശേഷം ഒരു കത്ത് പുറത്തു വരുന്നത് കണ്ടു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-യുടെ യുവ തുർക്കി, BJP നമുക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ ആഞ്ഞടിച്ചിരുന്ന BJP-യുടെ യുവ തുർക്കി UDF-ന് വേണ്ടി ഇന്നലെ കണ്ണാടിയിൽ BJP-ക്കെതിരെ വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കാഴ്ചകൾ കണ്ട, ഒരുപക്ഷെ അന്തം വിട്ടു നിൽക്കുന്ന രാഷ്ട്രീയ കാഴ്ചകൾ കണ്ട ഒരു പ്രചാരണ കാലത്തിന് അവസാനമാകുന്നു. കൊട്ടിക്കയറാൻ പോകുന്ന SK ഇന്നിപ്പോ UDF-ന്റെ കൊട്ടിക്കലാശം വൈകിട്ട് 2 മണിക്ക് ഒലവക്കോട് നിന്ന് തുടങ്ങി പേഴുംകര മെഴ്സി കോളേജ്, തിരുനെല്ലായി, KSRTC, IMA, നിരഞ്ജൻ റോഡ് വഴി സ്റ്റേഡിയം റോഡിലെത്തി സമാപിക്കുന്നു. LDF-ന്റെ ആവട്ടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങി സുൽത്താൻപേട്ട സിഗ്നൽ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി സമാപിക്കുന്നു. NDA-യുടെ ആവട്ടെ ഈ വഴികളിലൂടെയൊക്കെ വന്ന് ഏറ്റവും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി സമാപിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും, ഉച്ചയാകുമ്പോഴേക്കും പല കൈവഴികൾ പോലെ മൂന്ന് വലിയ നദികൾ പോലെ 3 സ്ഥലങ്ങളിൽ നിന്ന് 3 മുന്നണികളുടെ ഈ പറയുന്ന പ്രചാരണ നദി ഒഴുകി വരാൻ പോകുന്നു. ഒഴുകി ഈ പറയുന്ന സ്റ്റേഡിയം ടൗണിൽ 3 പേരും സംഗമിച്ചൊരു മഹാപ്രവാഹമാകാൻ പോകുന്നു. അപ്പോൾ ഇത്രത്തോളം വീറും വാശിയൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ചെറിയ ചില കശവിശകൾ ഒക്കെ ഉണ്ടാകുമോ എന്ന ആശങ്ക. ചെറിയ കശവിശയല്ല, അത്രത്തോളം പൊളിറ്റിക്കലി ചാർജ്ഡാണ് പാലക്കാട്ടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഈ പറഞ്ഞ പോലീസിന്റെ എല്ലാവിധ സുരക്ഷാ സംവിധാനവും ഏറ്റവും കർശനമായി ഏറ്റവും കാര്യക്ഷമമായി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. SK ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയാം, പാലക്കാട് ഇതുവരെ കണ്ട ഏറ്റവും ആവേശം കൂടിയ കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് ഉച്ച മുതൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ ആവേശം, അതിന്റെ സ്പന്ദനം ഒരു തരിമ്പ് പോലും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളിവിടെ പൂർണ്ണമായും സെറ്റാണ്, സജ്ജമാണ്. SK. ഓക്കെ, താങ്ക് യു. ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്. ആൽഫ പറയുന്നു 6 വർഷത്തേക്ക് അടുക്കുന്നു. രാവിലെ പഴയ അരിയാട്ടുകല്ലില്ലേ ദോശമാവ് പോലത്തെ സ്വരം, അത് 24 ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഈ സ്വരമൊക്കെ ഇങ്ങനെ അരിയാട്ടും അതുപോലെ ദോശമാവ് കുഴയ്ക്കുന്ന പോലെയൊക്കെ ആണെന്ന് ഞാൻ അറിയുകയാണ്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ ആൽഫ. എന്തായാലും നമുക്കറിയാം പാലക്കാട് നിന്ന് ഒരുപക്ഷെ ഇന്ന് ഈ കൊട്ടിക്കലാശിൻ്റെ ചൂട് ഇങ്ങോട്ടും ബഹിർഗമിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹി മലയാളികൾക്കും ഡൽഹി നിവാസികൾക്കും സങ്കടം വരുന്ന ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ഡൽഹിയിൽ കടുത്ത പുകമഞ്ഞാണ്. അന്തരീക്ഷ മലിനീകരണം അതീവ രൂക്ഷമായി തുടരുകയാണ്. യമുന മലിനമായി കഴിഞ്ഞു. വായു ഗുണനിലവാര നിരക്ക് അതിൻ്റെ ഏറ്റവും ഗുരുതരമായ വിഭാഗത്തിലേക്ക് കയറിയിരിക്കുന്നു. 428 നിലവിലെ വായു ഗുണനിലവാര നിരക്ക്. ഇന്നു മുതൽ ഡൽഹി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഡൽഹിയിലെ താമസം തന്നെ വല്ലാത്ത അവസ്ഥയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി പാലക്കാട് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളത്? പറയൂ. സോറി, ശ്രീജിത്ത് ശ്രീകുമാരനല്ല, ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീജിത്ത്, പാലക്കാടിൻ്റെ രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ പാലക്കാട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ചൂട് രാഷ്ട്രീയ ചൂടാണ്, ഭൂമിശാസ്ത്രപരമായോ അല്ലെങ്കിൽ കാലാവസ്ഥ ചൂടോ അല്ല. SK, ഗുഡ് മോർണിംഗ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. കാരണം മറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാടോ ചേലക്കരയോ ഇത്രയോ വാശിയും വീറും കണ്ടിട്ടില്ല. എന്നാൽ പാലക്കാട് അതിൻ്റെ തുടക്കം മുതൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ടിസ്റ്റായിരുന്നു പാലക്കാട്ടെ ഓരോ ഘട്ടവും. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അതിൻ്റെ വീറും വാശിയും പാരമ്യത്തിലെത്തുന്ന ദിവസമാണ് ഇന്ന് കലാശക്കൊട്ട് ദിവസം. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. ഉച്ചയോടുകൂടി കലാശക്കൊട്ട് കൊഴിപ്പിക്കാനായി എല്ലാ മുന്നണികളും സജ്ജരാകും. UDF-ന്റെ കലാശക്കൊട്ടിന് മുന്നോടിയായുള്ള റോഡ് ഷോ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ റോഡ് ഷോയിൽ അണിചേരും. LDF-ന്റെയും റോഡ് ഷോ 4 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. സുൽത്താൻപേട്ട് സ്റ്റേഡിയം റോഡിലേക്കാണ് LDF-ന്റെ റോഡ് ഷോ എത്തുന്നത്. LDF-നും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഈ റോഡ് ഷോയിൽ ഉണ്ടാകും. BJP-യുടെ റോഡ് ഷോയും ഉച്ചയ്ക്ക് 2 മണിയോടെ ഒലവക്കോട് നിന്ന് ആരംഭിച്ച് ജൈനമേട് അടക്കമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു വന്ന് നിരഞ്ജൻ റോഡിലേക്ക് എത്തുന്നു, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത്. അത്തരത്തിൽ വിപുലമായ ഒരു ക്രമീകരണമാണ് BJP NDA മുന്നണിയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ മുന്നണികളും തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായി ഈ കലാശക്കൊട്ടി ദിവസത്തെ കാണുന്നു. കാരണം അത്രയ്ക്ക് വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. വലിയ തോതിലുള്ള വിവാദങ്ങളുണ്ടായി, കൂറുമാറ്റങ്ങളുണ്ടായി, അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കള്ളപ്പണ പരിശോധന പോലെയുള്ള സംഭവങ്ങളുണ്ടായി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ എല്ലാം വീറും വാശിയും അതിൻ്റെ പാരമ്യത്തിലേക്ക്, അതിൻ്റെ പരകോടിയിലേക്ക് എത്തുന്ന മണിക്കൂറുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ ആവേശം പാലക്കാട്ടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരിലും നമുക്ക് കാണാം. എന്തായാലും ഉച്ചയോടുകൂടി പാലക്കാട് മണ്ഡലം ഈ കലാശക്കൊട്ടിൻ്റെ ആരവങ്ങൾ കൊണ്ട്, ശബ്ദം കൊണ്ട് നിറയുമെന്ന് ഉറപ്പാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. TV വേണു പറയുന്നു, കോഴിക്കോട് ഹർത്താൽ അനുബന്ധിച്ച് എത്ര അക്രമങ്ങൾ ഉണ്ടായി, നിങ്ങൾ മാപ്രകൾ ഒന്നിച്ച് അത് മുക്കി.
CPM അങ്ങ് ഒരു ചെറിയ അക്രമമാണ് നടത്തിയാൽ, എന്തിനാണ് CPM അങ്ങ് അക്രമം നടത്തുന്നത്? ഒരു മാസം ചർച്ചയാകും. ഇത് ശരിയാണോ SKN? ഇത് ശരിയല്ല എന്ന് മാത്രമല്ല, കോഴിക്കോട് ഇന്നലെ നടത്തിയ അക്രമങ്ങളൊക്കെ തന്നെ തത്സമയമായിരുന്നു ഈ 24 ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ കൊടുത്തത്. വേണു ഇത് കാണാതെ പോയത് എന്തായാലും ശരിയായില്ല. മാത്രമല്ല, അക്രമങ്ങൾ അത് ഏത് പാർട്ടി ചെയ്താലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഓർക്കാപ്പുറത്ത് ഈ ബന്ദ് പ്രഖ്യാപിക്കുക, കടയടപ്പിക്കുക, ഇതൊന്നും ശരിയല്ല കേട്ടോ. കേരളത്തിൽ ഈ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി, അത് ഏത് പാർട്ടി ചെയ്താലും അതിനോടൊന്നും നമ്മുടെ വാർത്താ ചാനലുകൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, ഇത്തരം അക്രമങ്ങൾ അരങ്ങേറുമ്പോൾ ഈ നേതാക്കന്മാരെ കൂടി വളരെ ക്ലോസ് ഫ്രെയിമിൽ നമ്മൾ കാണിക്കുകയും ചെയ്യും. അതിലൊന്നും താങ്കൾക്ക് യാതൊരു സംശയമുണ്ട്. അതിലൊക്കെ നമുക്ക് വളരെ വിഖ്യാതമായ നിലപാട് തന്നെ ഉണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റും 34 സെക്കൻഡും. പ്രേക്ഷകരുടെ യൂട്യൂബ് സന്ദേശങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇനി നമുക്കൊപ്പം തനേഷ് തമ്പിക്കുടി പാലക്കാട് നിന്ന് ചേരുകയാണ്. നമ്മുടെ ഒരു പട്ടാളം തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ കുട്ടിക്കലാശൻ്റെ എല്ലാവിധമായ ചൂടും ചൂരും ആവേശവും പ്രേക്ഷകരിലേക്ക് അതേപോലെ പകർന്നു നൽകാൻ തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ് പറയൂ, പാലക്കാടിൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഗുഡ് മോർണിംഗ് SKN. പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പതിവ് പോലെ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നേരത്തെ ആർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റ്, അത് P സരിൻ CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുതൽ തുടർന്ന് ഇങ്ങോട്ട് ഈ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വരെയുള്ള കാര്യങ്ങളിലെ ഈ ട്വിസ്റ്റുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ പോലും ഈ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് പാലക്കാട്ടിലെ പ്രചാരണം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കലാശക്കൊട്ടോടുകൂടി എല്ലാം പരസ്യമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ അവസാനിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പാലക്കാട്ടെ വോട്ടർമാർ. ആ സമയത്ത് പോലും എന്തും സംഭവിക്കാം. ഇനിയും കൂടുതൽ നേതാക്കൾ ഏതെങ്കിലും ചേരിയിൽ നിന്ന് മറ്റൊരു ചേരിയിലേക്ക് പോകാനുള്ള സാധ്യത, വലിയ നേതാക്കൾ തന്നെ മറുകണ്ഠം ചാടിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ, അത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ എന്ത് വേണമെങ്കിലും